വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അബ്ദിഹിൽ കരീം വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ ജീവൻ പ്രേക്ഷകർക്കും ഹൃദയാർജ്ജകമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറിയം പള്ളി, മറിയം മിനാരത്തിലെ സിയാറത്തിന് ശേഷം ഞങ്ങൾ കുറച്ചപ്പുറത്തുള്ള അലിയ എന്ന തോട്ടത്തിലേക്കാണ് പോയത്. ഒരു ചെറിയ കുന്നാണ്, ജബൽ തൂറിൻ്റെ ഒരു ഭാഗമാണത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ വളരെ പവിത്രമായി കാണുന്ന ഇടമാണത്. ഇവിടെ വച്ചാണ് ശ്രീ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അധ്യാപനം നടത്തിയിരുന്നത്. മാത്രമല്ല, യേശുവിൻ്റെ അന്ത്യ അത്താഴം, ലാസ്റ്റ് സപ്പർ ഇവിടെ വച്ചായിരുന്നു എന്നവർ വിശ്വസിക്കുന്നു. അവിടെ ആ ചെറിയ മൈതാനിയിൽ 8 ഒലിവ് മരങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഈസാ നബിയോളം പഴക്കമുള്ളതാണത്രേ ഇത്. 2000 വർഷം പഴക്കമുള്ള ഒലിവ് മരങ്ങൾ. അവയെ കണ്ടാൽ അത്ര വലിയ വലിപ്പമൊന്നും തോന്നില്ലെങ്കിലും കാലപ്പഴക്കം നമുക്ക് ബോധ്യമാകും. ഞാൻ ഓർത്തുപോയി, കുറച്ചു കാലം കൂടി ഈ മരങ്ങൾ ഇതേപടി നിലനിന്നാൽ, അഥവാ ലോകാവസാനം സംഭവിക്കുന്നവരെ ഈ മരങ്ങൾ നിന്നാൽ എത്രയായിരിക്കും ഇതിൻ്റെ കാലം, ഇതിൻ്റെ പഴക്കം. ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ കുന്നിൽ നിന്നും, ആ തോട്ടത്തിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ബൈത്തുൽ മുഖദ്ദസിലെ നമസ്കാരം. ഞാൻ ആ ദിവസം ഒരിക്കലും മറക്കില്ല. 2011 നവംബർ 9 വെള്ളിയാഴ്ച ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് ചെന്നു. 46 ഏക്കറാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ കോമ്പൗണ്ട്. വിശാലമായ പള്ളി. മുസൽമാൻ്റെ ലോകത്തെ ഒന്നാമത്തെ ഖിബിലയായിരുന്നു അത്. പരിസരം മുഴുവനും ഒലിവ് മരങ്ങളാണ്, കോമ്പൗണ്ട് മുഴുവനും. പള്ളിയുടെ അകത്ത് സ്ത്രീകൾക്ക് നമസ്കാരമില്ലാത്തതിനാൽ സഹോദരിമാരെല്ലാം ആ ഒലിവ് മരങ്ങളുടെ ചുവട്ടിൽ മുസല്ല വിരിച്ച് നേരത്തെ തന്നെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 3 സഹോദരിമാരുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്നുള്ളൊരു സുബൈദ ബീവി, കരുനാഗപ്പള്ളിയിൽ നിന്നും ലൈല അസീസുകുട്ടി, കുളത്തൂപ്പുഴയിൽ നിന്നും നൈല എന്ന് പറയുന്ന സഹോദരി. അവർക്ക് ഞങ്ങൾ ഖുബ്ബത്തു സഹ്റ പള്ളിയിൽ നമസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഞങ്ങൾ നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയുണ്ടായി. ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിലേക്ക് വിസ്മീൻ ചൊല്ലി ദുആ ഓതി കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഓർത്തത്, കഴിഞ്ഞ റമദാനിൽ മക്കത്തെ ഹറം പള്ളിയിൽ ഇമാം അബ്ദുറഹ്മാൻ സുദൈസ് ചെയ്ത ദുആയായിരുന്നു. അദ്ദേഹം ദുആ ചെയ്തു, കഴിഞ്ഞ റമദാൻ മാസത്തിൽ വിത്റിലെ ഖുനൂത്തിൽ, പടച്ചവനെ, ഞങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസിൽ മരണത്തിനു മുമ്പ് ഒരു തവണയെങ്കിലും പോകാൻ നീ തൗഫീഖ് തരണേ എന്ന് ദുആ ചെയ്തിരുന്നു. ആ ദുആ ഇനിയും കബൂലായിട്ടില്ല. ആ സ്ഥാനത്താണ് സാധുക്കളായ നമുക്കവിടെ ചെല്ലാൻ അള്ളാഹു ഭാഗ്യം തന്നത്. സൗദി അറേബ്യയും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലാത്ത സൗദിക്കാർക്ക് അവിടെ പ്രവേശനമില്ല. ഇന്ത്യയും ഇസ്രയേലുമായി അത്തരം ബന്ധമുള്ളതിനാൽ നമുക്ക് പോകാൻ കഴിയുന്നു. പക്ഷേ ഇസ്രയേലിൽ പോയാലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവിടുത്തെ എമിഗ്രേഷൻ്റെയോ ഏതെങ്കിലും ഒരു സീല് നമ്മുടെ പാസ്പോർട്ടിൽ പതിഞ്ഞാൽ പിന്നെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലേക്കോ സൗദി അറേബ്യയിലേക്കോ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് എല്ലായിടത്തും യാത്രാ പെർമിറ്റാണ് സീൽ ചെയ്ത് മേടിച്ചത്. പാസ്പോർട്ടിൽ ഇസ്രയേലിൻ്റെ കയറി. ഞാനവിടെ ചെന്ന് ആദ്യം തഹിയത്തും പിന്നെ തസ്ബീഹും നമസ്കരിച്ചു. ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ പള്ളിയിൽ പ്രസംഗം ആരംഭിച്ചിരുന്നു. തെക്കൻ കേരളത്തിലെ പള്ളികളിലെ പോലെ മിമ്പറിൻ്റെ താഴെ നിന്നുള്ള പ്രസംഗമായിരുന്നു. പ്രായം ചെന്ന ഒരു പണ്ഡിതൻ മിമ്പറിൻ്റെ താഴെ കസേരയിട്ട് ആ കസേരയിരുന്ന് പ്രസംഗം നടത്തി. കൃത്യം 11:30 മണിക്ക് ജുമാ നമസ്കാരം ആരംഭിച്ചു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷം പൂവണിയായിരുന്നു.
അള്ളാഹുവിനെ ഏത് ഭാഷയിൽ ഏത് വാക്കുകളിൽ സ്തുതിച്ചാലാണ് മതിയാവുക. നമസ്കാരശേഷം ഇമാമിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു. അദ്ദേഹം പതുക്കെയാണ് ബിസ്മി ഓതിയിരുന്നത്. ഞാൻ അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഷാഫി മദ്ഹബിൽ അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. കേരളത്തിൽ ഷാഫി മദ്ഹബിൽ എല്ലാ പള്ളികളിലും നമ്മൾ ബിസ്മി ഉറച്ചാണല്ലോ ഓതുക. ബൈത്തുൽ മുഖദ്ദസിൽ ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ഇമാം ബിസ്മി പതുക്കെയാണ് ഓതുക. ഇൻഷാ അല്ലാഹ് ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ചും ഖുബ്ബത്തു സഖ്റയെ കുറിച്ചുമൊക്കെ വരുന്ന ആഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാം. ഗൃഹാന്തരീക്ഷത്തിൽ രുചിഭേദത്തിന്റെ നിറവ്, കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് എ കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, വാഥാലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ, അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. അസ്സലാമു അലൈക്കും. മാന്യ പ്രേക്ഷകർക്ക് അൽബിലാഗിൻ്റെ ചോദ്യോത്തരവേളയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഈ ആഴ്ചയിലെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് PP അഷ്റഫ് ഇരിക്കൂർ. നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആക്കളും ഖുർആനും ചുണ്ടനക്കി ചൊല്ലണമെന്നുണ്ടോ, അതോ മനസ്സിൽ ചൊല്ലിയാൽ മതിയോ? ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട അഷ്റഫിന് കുറച്ച് അരി വേണം. അഷ്റഫ് കടയിൽ ചെല്ലുന്നു. കടക്കാരൻ ചോദിക്കുന്നു, എന്തിനാണ് വന്നത്, എന്ത് വേണം? അഷ്റഫ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അരി 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 എന്ന്. ചുണ്ടനക്കുന്നില്ല, മിണ്ടുന്നില്ല. അരി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ഏറെ സമയം കഴിഞ്ഞാൽ കടക്കാരൻ ദേഷ്യപ്പെടും, അവിടെ നിന്ന് മാറിപ്പോകാൻ പറയും. നമസ്കാരത്തിലെ ദിക്റുകളും ദുആക്കളും ഖുർആൻ പാരായണമെല്ലാം നാം നമസ്കരിക്കുമ്പോൾ നമുക്ക് കേൾക്കത്തക്ക വണ്ണമെങ്കിലും ചുണ്ടനക്കി ചൊല്ലിയിരിക്കണം, ഏറ്റവും കുറഞ്ഞത്. അല്ലാതെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അള്ളാഹു നേരാവണ്ണം ഗോൾഡൻ ടച്ച്